വയനാട്ടിൽ കുന്നിടിക്കലും നിലംനികത്തലും വ്യാപകം. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ലക്കിടിയിലടക്കം വ്യാപകമായി നികത്തലും കുന്നിടിക്കലുമാണ് നടക്കുന്നത്. നീർത്തടങ്ങളും ചതുപ്പുനിലങ്ങളും നികത്തിയവയിൽ ഉൾപ്പെടുന്നു. ഭൂമാഫിയകൾ നിലം നികത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ മറവിലാണ്. പരാതിപ്പെട്ടിട്ടും നടപടികളും എടുത്തിട്ടില്ല. നികത്തലിന് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒത്താശയുണ്ടെന്ന് ആക്ഷേപമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെയാണ് വയനാട് ജില്ലയിൽ നിലനികത്തലും കുന്നിടിക്കലും വ്യാപകമായത്. മണ്ണിട്ട് നികത്തുന്നതിനായി വയലുകൾ കല്ലുകെട്ടി തിരിച്ചിരിക്കുന്നതും കാണാം. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിനിടെ അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടന്നത്. പശ്ചിമഘട്ടത്തിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയായ ലക്കിടിയിലും നികത്തൽ വ്യാപകമായി കഴിഞ്ഞു. കബനി നദിയുടെ കൈവഴിയായ കല്ലോലിപ്പുഴയുടെ തീരത്തെ ചതുപ്പുനിലങ്ങളും നികത്തിയവയിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചോട് കൂടിയിട്ട് കാരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരും ഇലക്ഷൻ ഡ്യൂട്ടിയിലാവും. ഇതിനായിട്ട് പ്രത്യേക സ്ക്വാഡുകളോ സാധനമോ ഇല്ലാത്തത് കൊണ്ട് രായാലും പകലായാലും ശരി അങ്ങ് നിരന്തരമായി ഒരു ഭാഗത്തുനിന്ന് നികത്തി ഏക്കർ കണക്കിന് നികത്തുന്ന ഒരവസ്ഥയും വയലുകൾ നികത്തുന്ന ഒരു ഭാഗത്തു കൂടെ അത് കുന്നിടിക്കുന്ന വേറെ ഭാഗത്ത് ഇതിങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുക. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വിഷയത്തിൽ നടപടിയൊന്നും ഉണ്ടായില്ല. ഇലക്ഷൻ സമയത്ത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെറുക്കാൻ ജില്ലയിൽ പ്രത്യേക സ്ക്വാഡ് വേണമെന്ന ആവശ്യം ശക്തമാണ്. അതുപോലെ ഒരു സ്ക്വാഡിനെ നിയോഗിക്കുകയും ഇങ്ങനെ വയൽ നികത്തലോ അല്ലെങ്കിൽ കുന്നിടിക്കലോ ഉണ്ടെങ്കിൽ അതിനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിൽ ഒരു വിങ്ങിന് ആവശ്യമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി വയനാട് ജില്ലയിൽ നിലനികത്തൽ വ്യാപകമാവുകയാണ്. വനപ്രദേശത്തോട് ചേർന്നുള്ള ചതുപ്പ് നിലങ്ങളാണ് ഇങ്ങനെ നികന്നു തീരുന്നത്. വയനാട്ടിലെ ലക്കിടിയിൽ നിന്നും ക്യാമറമാൻ മനു റോയ്ക്കൊപ്പം അനീഷ് ശിവദാസ്, റിപ്പോർട്ടർ.